റിയൽറ്റർ റെജിൻസും ഓക്കെ. ഈ വീട് ആണ് ഞങ്ങളിന്ന് കാണിക്കുന്നത്. ഇത് വരുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള കാക്കനാട് ഏരിയയിലാണ് വരുന്നത്. കാക്കനാട് നമ്മുടെ സിവിൽ സ്റ്റേഷനോടൊക്കെ ചേർന്നാണ് വരുന്നത്. ഇൻഫോ പാർക്കിങ്ങിലേക്കൊക്കെ ഇവിടെ 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് വരുന്നത് സീപോർട്ട് എയർപോർട്ടോട് ചേർന്നാണ് വരുന്നത്. അപ്പം വളരെ സൗകര്യമുള്ള വളരെ വിശാലമായ ഒരു വലിയ വീടാണോ? വലിയ വീടാണ്, വളരെ മനോഹരമായ ഇതിൻ്റെ ഒരു നല്ലൊരു കാമാൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, നല്ലൊരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരുമിച്ച് കാണാം. വരാന്തയുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇരുന്ന് കാറ്റ് കൊള്ളാനും നല്ലൊരു റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വരാന്ത അല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ ഇതിൻ്റെ കാർ പോർച്ച് വളരെ വിശാലമായ കാർ പോർച്ചാണ്. 2 വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ട്. അതെ, മിറ്റമാണെങ്കിൽ നന്നായിട്ട് പൂച്ചെടികളൊക്കെ വെച്ചാൽ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതെ, ഇതാണ് ഇതിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയ ഒക്കെ വളരെ വിശാലമായ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ലിവിങ് ഏരിയ ഉള്ളത്. അതായത് ഡോർ തുറന്ന് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ജീസസിന്റെ ഒരു പിക്ചറുണ്ട്. അതുപോലെ വളരെ നന്നായിട്ട് ലൈറ്റിങ്സും ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു ലിവിങ് ഏരിയ. ഇതാണ് ഇതിന്റെ ഡൈനിങ് ഏരിയ വരുന്നത്. 8 സീറ്റിംഗ്സ് ഉള്ള ഒരു ഡൈനിങ് സെറ്റും നന്നായിട്ട് വെളിച്ചം കയറുന്ന ഒരു ഏരിയയാണ്. നല്ല വെളിച്ചം കയറുന്നതും അതുപോലെ തന്നെ ഒരു പൗഡർ റൂം ഇതിന്റെ തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ സൗകര്യങ്ങളാണ്. ഇത് നമുക്ക് കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വളരെ ഏറെ നല്ല സൗകര്യത്തോടു കൂടി നല്ല വിശാലമായ ഒരു വെളിച്ചമൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെ, ഷോക്കേസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ലൈറ്റിങ്സും ഒക്കെ ഇവിടെയും നല്ല ഒത്തിരി ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് കണ്ടോ, ഈ ഏരിയ വളരെ വ്യത്യസ്തമായിട്ട് മറ്റുള്ള വീടുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് സെക്കൻഡ് കിച്ചണിൽ നിന്ന് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഇവിടെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഡൈനിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. അതെ അതെ. ഇതാണ് ഇതിന്റെ മെയിൻ കിച്ചൺ വരുന്നത്. ഇതൊരു റൗണ്ട് ഷേപ്പിൽ ഇതിന്റെ കബോർഡ്സ് ഒക്കെ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ ഏരിയ ആണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ ഇതിന്റെ ചിമ്മിനി കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ കിച്ചൺ ഏരിയ ആണിത്. അടുത്ത് നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഇത് ഇതിനോട് ചേർന്ന് തന്നെയാണ് മെയ്ഡ് റൂമിന് ഒരു നല്ല വൃത്തിയുള്ള രീതിയിൽ മെയ്ഡ് റൂമിനൊക്കെ ഒരു എല്ലാ സൗകര്യങ്ങളോടെ ഒരു മെയ്ഡ് റൂം ഒക്കെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മെയ്ഡ് റൂം. താഴെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. വളരെ വൃത്തിയായിട്ട് എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഒരു ചെറിയൊരു സീറ്റിങ്സ് ഉണ്ട്. അതുപോലെ നല്ല രീതിയിൽ മാസ്റ്റർ ബെഡ്റൂം വളരെ വിശാലമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇതിന് നല്ലൊരു വ്യൂ വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ സ്റ്റഡി ടേബിളും ഡ്രസ്സിങ് ഏരിയ എല്ലാം ചെയ്തിരിക്കുന്ന വിശാലമായ സിമ്പിളായിട്ടുള്ള ഒരു നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കാണുന്നുണ്ടല്ലോ, ഇവിടെയൊക്കെ ഒരു ഫിഷ് ടാങ്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതി ഇതിന്റെ ഒരു ഗ്ലാസ് ടോപ്പാണ് വന്നിരിക്കുന്നത്. നല്ലൊരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നിട്ട്. അപ്പം ആ രീതിയിലുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അക്വേറിയത്തിന്റെ തന്നെ ഉള്ള പ്ലാനിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ 2 സൈഡിലുണ്ടല്ലോ മുകളിലേക്ക് ഭയങ്കര ഹൈ റൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ 2 സൈഡിൽ നിന്നുള്ള വെളിച്ചം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് നല്ല സൗകര്യമുണ്ട്. അതാണ് ഇതിന്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമ്പോൾ തന്നെ ഒരു വെളിച്ചം കിട്ടുന്ന ഒരു കാര്യം. ഇതാണ് ഇതിന്റെ ഫാമിലി ലിവിങ് ഏരിയ വരുന്നത്. അതായത് ഇവിടെ ഒരു TV ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സൗകര്യത്തോടു കൂടി എല്ലാ ഒരു നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഹോം തിയേറ്റർ ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ ആണ് വന്നിട്ട്. അപ്പോൾ വളരെ സൗകര്യമുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു വഴിയുണ്ട്. ഇതാണ് ഇത് കണ്ടോ, ഇത് നമ്മുടെ ഈ ഫാമിലി ലിവിങ് ഏരിയയിൽ നമുക്ക് ഡയറക്റ്റ് നേരത്തെ വീടിൻ്റെ പുറകുവശത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ നല്ലൊരു നേരത്തെ ഉള്ള പോലെ തന്നെ ഒരു വരാന്തയൊക്കെ നീളമുള്ള ഒരു വരാന്തയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വരാന്തയോട് ചേർന്ന് തന്നെ നമുക്ക് ഗ്രാസൊക്കെ ഫില്ല് ചെയ്തുള്ള ഒരു നല്ല ഏരിയ, നമുക്ക് ഒരു ഈവനിങ് ഒക്കെ നമുക്ക് ചിലവാക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഈ വരാന്തയോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കോഫി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചില്ലിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അതെ, അതുപോലെ ഗെയിംസ് ഒക്കെ ഇവിടെ നമുക്ക് ചെസ്സോ ക്യാരംസോ പോലുള്ള ഗെയിംസ് ഒക്കെ ഇരുന്ന് കളിക്കാനും കോഫി കുടിക്കാനും ഒക്കെ പറ്റിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ. ഇതാണ് മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ വരുന്നത്. വളരെ ഭംഗിയായിട്ട് ടീക്ക് വുഡിന്റെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ഏരിയ ഉണ്ട്. സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു നല്ലൊരു ഹോൾ പോലെ അല്ലേ? അതെ, നല്ല പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയ. മുകളിൽ താമസിക്കുന്നവർക്ക് ഒക്കെ നല്ലൊരു പ്രൈവസി കിട്ടുന്ന നല്ലൊരു ഏരിയ ഇവിടെയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഇതിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും 2 ബെഡ്റൂമുകളുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ബെഡ്റൂമിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോഴേ ഈ ബെഡ്റൂമിൻ്റെ ഇതിൻ്റെ വിൻഡോ വ്യൂ വരുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വരുന്നത്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. വരുവാണെങ്കിൽ ഇത് ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂം ആട്ടോ ഈ വീടിൻ്റെ. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇത്, വളരെ സിമ്പിളായിട്ടും മനോഹരമായിട്ടും ചെയ്തിരിക്കുന്ന കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു 4th ബെഡ്റൂമാണ്. ഇവിടെ ഇതിന് നല്ല ഒരു വൈഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ, അവിടെയും ഇഷ്ടംപോലെ കബോർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു ബെഡ്റൂം വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. വളരെ വിശാലമായിട്ട് മാസ്റ്റർ ബെഡ്റൂമിന് പറ്റിയ ഒരു വിശാലമായുള്ള രീതിയിൽ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ആ ഗ്രാസൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ടിലേക്കുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം വളരെ ഭംഗിയോടുകൂടി ചെയ്തിട്ടുണ്ട്. നല്ല ഒത്തിരി സ്പേസ് ഉണ്ടല്ലോ, സ്റ്റോറേജ് നല്ല കബോർഡ്സും ഇഷ്ടംപോലെ കബോർഡ്സും അതുപോലെ വാർഡ്രോബ്സും ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണത്. ഇതാണ് ഇതിൻ്റെ ആക്ച്വലി മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ബെഡ്റൂമിനാണ്. ഇത് നമ്മുടെ ഒരു ഓഫീസ് സ്പേസിലേക്കുള്ള ഒരു എൻട്രിയാണ്. അതിന് തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു ജിമ്മും ഇവർ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ജിം, അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജിമ്മൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഏരിയ ഉണ്ടല്ലോ, ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 4 സൈഡും വ്യൂ കിട്ടുന്ന, എന്നാൽ 3 സൈഡ് ഇതിന് ബാൽക്കണി കൊടുത്തിരിക്കുന്ന ഒരു വീടാണ് വന്നിട്ട്. അപ്പം ഇതിവിടെ നിന്നുള്ളൊരു നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാവിധ സൗകര്യമുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് വന്നിട്ട്, ഒരു റൂഫിൻ്റെ മുകളിൽ നമുക്ക് അത്രമാത്രം വലിയൊരു സ്പേസ് ആണ്. ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഒരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വളരെ വിശാലമായ ഒരു കോമ്പൗണ്ട് പോലെ തന്നെ ഒരു ടെറസ് ഏരിയ ആണ് വന്നിട്ട്. അപ്പം കുട്ടികളൊക്കെ ഉള്ളവർക്ക് വളരെ കളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ അത് വളരെ വൃത്തിയായിട്ട് വലിയൊരു ബാൽക്കണി. ഈ പുറകെ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഔട്ട് ഹൗസ് വരുന്നത്. അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ രീതിയിലെല്ലാം ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ വീടിൻ്റെ വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടും കാര്യങ്ങളും അതുതന്നെ ഇൻ്റർലോക്കൊക്കെ ചെയ്തു വെച്ച് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് വന്നിട്ട്. അപ്പം ഇതിൻ്റെ ഈ കാണുന്ന ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ നമ്മളൊരു അവിടെ ഒരു കോമ്പൗണ്ടൊക്കെ കാര്യങ്ങൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഗാർഡനിങ്ങും കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആണ് താഴെ കാണുന്നത് ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക. അപ്പം ഈ സ്ഥലം വരുന്നത് 27 സെൻറ്റ് സ്ഥലവും 5 ബെഡ്റൂമും അതുപോലെ തന്നെ സീപോർട്ട് അതന്നെ സീപോർട്ട് എയർപോർട്ടിന് തൊട്ട് ചേർന്നാണ് വരുന്നത്. ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്താണ്, സിവിൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ഇവിടുന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും വളരെ ആക്സസ് കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്നത് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.